നമസ്കാരം. പാലക്കാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികളും അതുപോലെ ഷാഫി പറമ്പിൽ, വി.കെ. ശ്രീകണ്ഠൻ എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വടകര MP ആയ ഷാഫി പറമ്പിൽ വീണ്ടും പാലക്കാട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഷാഫി തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. തുടർച്ചയായി മൂന്നാം തവണയും ഭരണം നഷ്ടപ്പെട്ടാൽ അത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി തന്നെ ഇല്ലാതെയാക്കും. അതിനാൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കണം എന്നാണ് കോൺഗ്രസിന്റെ പൊതുവായിട്ടുള്ള നിലപാട്. ഈ സാഹചര്യത്തിൽ പല MP മാരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടയിലാണ് പാലക്കാട് സീറ്റിനായി ഷാഫിയും വി.കെ. ശ്രീകണ്ഠനും രംഗത്തെത്തുന്നത്. പാലക്കാട് നിലവിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. ഈ വെല്ലുവിളിയെ അതിജീവിച്ച് വിജയിച്ചത് താനാണെന്ന് ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ പാർട്ടി നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഷാഫി സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തിന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നും ചില കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഷാഫി പരസ്യമായി പ്രതികരിക്കാതെ മാറി നിന്നത് ഇതിനൊരു കാരണമാണ്. ഡൽഹിയിലെ ഫ്ളാറ്റിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ അദ്ദേഹം ബീഹാറിലേക്ക് പോയതും വലിയ ചർച്ചയായിരുന്നു. രാഹുലിനെ ഷാഫി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ പാർട്ടിയിൽ തന്നെ മുറുമുറുപ്പിന് കാരണമായിട്ടുണ്ട്. പാലക്കാട് നിയമസഭാ സീറ്റ് രാജിവെച്ച് ഷാഫി വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശിച്ചത് ഷാഫിയാണെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് ഷാഫിക്ക് അറിയാമായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തിൽ എത്തുന്ന പരാതികൾ എവിടെയും എത്താതെ പോവുകയാണെന്നും പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഷാഫി പാലക്കാട് മത്സരിച്ചാൽ അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി അയേക്കാമെന്ന് കരുതുന്നവരുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീധരനോട് കഷ്ടിച്ചാണ് ഷാഫി വിജയിച്ചത് എന്നതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു സാധ്യത വി.കെ. ശ്രീകണ്ഠനാണ്. ഒരു സാധ്യതയും ആരും കൽപ്പിക്കാത്ത സമയത്താണ് അദ്ദേഹം CPM-ൽ നിന്നും പാലക്കാട് ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കൂട്ടാനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് MP ആയ ശ്രീകണ്ഠനെ തന്നെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്നൊരു വാദം കോൺഗ്രസിൽ ശക്തമാണ്. കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രീകണ്ഠനും താല്പര്യമുണ്ട് എന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരെയും ഹൈക്കമാൻഡിന് പരാതി പോയിട്ടുണ്ട്. പാലക്കാട്ടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പരാതി നൽകിയത്. രാഹുലിനെ സംരക്ഷിക്കാൻ ഷാഫി ശ്രമിച്ചുവെന്നും പരാതികൾ അറിയിച്ചിട്ടും അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുമാണ് പ്രധാനപ്പെട്ട ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഷാഫി സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിയിലുണ്ട്. ഇതെല്ലാം രാഹുലിന് പിന്നാലെ ഷാഫിക്കെതിരെയും കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം നടക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ വിഷയത്തിൽ കർശന നടപടി വേണമെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. രാഹുലിനെതിരെ മുൻ MP-യുടെ മകളടക്കം 9 പേരാണ് പരാതി നൽകിയിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് ജാതീയത പറഞ്ഞ് പിന്മാറിയെന്നാണ് യുവതിയുടെ പരാതി. രാഹുലിനെതിരെ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കുമെന്നും ആരാകും പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളൂ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.